ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഈസി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ചെറിയ സവാള ഞാൻ ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് കറിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാട്ടോ, എങ്കിൽ നല്ല നാടൻ മുട്ടക്കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് കളർ കിട്ടിയിട്ടുണ്ട്. ഈ കളർ വേണമെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ മുട്ടക്കറിക്ക് നല്ല കളർ കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ പച്ചമണം പോകുന്നവരെ ഇനി നന്നായിട്ട് ഇത് ബ്രൗൺ കളറായി കിട്ടണം. അപ്പോൾ അതാ ഇവിടെ ഏകദേശം നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളമാണ്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ. കാരണം ആ പച്ചവെള്ളത്തിൻ്റെ ആ പച്ചച്ചോവയൊക്കെ ഒന്ന് നന്നായിട്ട് മാറി കിട്ടണം. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അതേപോലെ ഇതാ ഇനിയിപ്പം നമുക്ക് അതിനകത്തേക്ക് പുഴുങ്ങി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടകൾ ചേർത്ത് കൊടുക്കാം. മുട്ടകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചത് ലോ ഫ്ലെയിമിൽ വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി എടുക്കുക. അത് നമ്മൾ ഒരു 1/4 കപ്പ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പച്ചവെള്ളത്തിൽ കലക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ വെറുതെ പച്ചവെള്ളത്തിലാണ് ഇത് കലക്കിയെടുത്തത്. അപ്പോൾ അതാ ഒരു 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മൾ ഒഴിച്ച ആ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതേപോലെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ മിശ്രിതം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ പാല് ആ മസാലയിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കണം. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇളക്കി യോജിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴാണോ എടുക്കുന്നത് ആ സമയത്ത് ഇത് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ആ ഫ്ലേവേഴ്സൊക്കെ അതിൽ തന്നെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ ഞാനിത് വൈകുന്നേരത്തേക്കാണ് ഈ കറി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിനി വൈകുന്നേരം എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാൻ കറി ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ നോക്ക്, നമ്മുടെ മുട്ടക്കറി നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ നല്ല കുറുകി ഇരിപ്പുണ്ട് ചാറൊക്കെ. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് എനിക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത ആ മസാലയൊക്കെ ഉണ്ടല്ലോ, അവസാനം ചേർത്തില്ല, അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതാ നല്ല ഫ്ലേവർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ മുട്ടക്കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമല്ലോ. അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്